അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആ ടേബിളിൽ ഫുഡ് കൊടുത്ത വെയിറ്റർ അവിടെ വന്ന് വെച്ചാൽ അവിടെ 2 പൊറോട്ട മറ്റേ ഇത് അവിടെ ഒരു 30 എന്നിങ്ങനെ പറയും. നല്ല ഗ്രാൻഡായിട്ട് ചിക്കനായി, മട്ടനായി, ബീഫായി അങ്ങനെ കിട്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് വളരെ നന്നായിട്ട് ഇവരങ്ങ് കഴിച്ചു. ഈ പുറകിൽ നിന്ന് പൈസ കൊടുത്തിട്ട് പോയ 2 പേര് ഓടിച്ചെന്ന് ബസ്സിലേക്ക് കയറുന്ന ഈ കടയിലുള്ള ഒരു നാട്ടുകാരെല്ലാം കൂടി ഓടിച്ചിട്ട് ഇവരെ ഇങ്ങ് പിടിച്ചു. ഞങ്ങൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി വിട്ടവന്മാരിപ്പോൾ അരിയും മണ്ണെണ്ണയും നീ ഇപ്പോൾ കയറി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ നേരത്തെ ചിരിച്ചു പോയതെന്ന് പറഞ്ഞു. 5-6 മിനിറ്റ് ആയിട്ട് നിർത്താതെ കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. ഇതെനിക്ക് സംഭവിച്ചതല്ല, എൻ്റെ അമ്മയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിരുന്ന ഒരു ആൾക്കും പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സിനും ഒരു 90s അവസാന സമയത്ത് സംഭവിച്ചൊരു കാര്യമാണിത്. ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം സ്ഥലമെന്ന് പറയുന്നത് കൊല്ലം, തിരുവനന്തപുരം ആ ഒരു ഏരിയക്കാരാണ്. അപ്പോൾ ഈ 90s അവസാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനോ സ്ഥലങ്ങൾ പോയി കാണാനോ ഒക്കെയുള്ള അവസരങ്ങൾ ഇന്നത്തെ പോലെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്കൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഹൈ റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരൊരു 6-7 കൂട്ടുകാർ ഹൈ റേഞ്ച് കാണണമെന്ന് തീരുമാനിക്കുന്നു. ഒരു ദിവസം വെളുപ്പിനത്തെ ബസ് കയറിയിട്ട് ഇവർ നേരെ ഹൈ റേഞ്ചിന് വെച്ച് പിടിക്കുന്നു. അങ്ങനെ ഇവർ നേരെ കുട്ടിക്കാനത്ത് എത്തുന്നു. കുട്ടിക്കാനത്ത് എത്തിക്കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് ഒരു വശത്ത് അമ്മച്ചി കൊട്ടാരം, പിന്നെ കട്ടപ്പന വഴിക്കുള്ള തേയിലത്തോട്ടം, കുമളി വഴിയിലേക്കുള്ള പൈൻ ഫോറസ്റ്റ്, മരിയം കോളേജ്, അങ്ങനെ കുട്ടിക്കാനത്തിന് ചുറ്റിപ്പറ്റി കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നതും വളരെ ഡിഫറെൻ്റ് ആണ്. നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ആ ടൈം അങ്ങോട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ എല്ലാം ഓക്കെ, ഒരു ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേക്കും അതൊക്കെ വെയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം, നമുക്ക് ഒരുപാട് ദൂരം തിരിച്ച് ചെല്ലേണ്ടതാണല്ലോ എന്നുള്ള തീരുമാനത്തിൽ ഇവർ പോകാമെന്ന് തീരുമാനിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അപ്പോൾ ഒരു പാർട്ടി വന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ശരി ആയിക്കോട്ടെ, എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ഓക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി കയറുന്നു. ഈ ഹോട്ടലിൻ്റെ പേര് എനിക്കറിയാം, എന്നാലും ഞാനത് പറയുന്നില്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എന്നിരുന്നാലും പറയുന്നില്ല, അത്രയേ ഉള്ളൂ. ഈ ഹോട്ടൽ ആ കാലം മുതൽ ഈ കാലം വരെ ഉള്ളതാണ്. അതായത് ഇപ്പോൾ അവിടെ ബാർബിക്യൂൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല. അതിനൊക്കെ മുമ്പേ ഉള്ള 10-30 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത്. ഈ ഹോട്ടലിലേക്ക് ഇവർ ചെന്ന് കയറുന്നു. ഇവർ ആദ്യം ലൈറ്റായിട്ടൊക്കെ കഴിക്കുന്നു. അപ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റേ അല്ല ഈ ഹൈ റേഞ്ചിലെ നല്ല സ്പൈസസ് ഒക്കെ ആയിട്ടുള്ള കറികളും ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് സംഭവം അങ്ങോട്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പം നല്ല ഗ്രാൻഡായിട്ട് ചിക്കനായി, മട്ടനായി, ബീഫായി അങ്ങനെ കിട്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് വളരെ നന്നായിട്ട് ഇവരങ്ങ് കഴിച്ചു. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടും വന്ന സാധനങ്ങളുടെ ടേസ്റ്റ് കൊണ്ടും ഇവർ കൂടുതലൊന്നും ആലോചിച്ചില്ല. അങ്ങനെ ഏറ്റവും അവസാനം കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞേച്ച് ഇവർ പതുക്കെ കൈയൊക്കെ കഴുകി എഴുന്നേറ്റ് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് വിലവിവര പട്ടിക ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് കൈ കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കൈ കഴുകാൻ നിൽക്കുന്ന ഇവരുടെ ആൾ വെറുതെ ആ പട്ടിക ഇങ്ങനെ നോക്കിയിട്ടൊന്ന് കൂട്ടി നോക്കി. ഇന്ന സാധനം ഇത്ര, ഇത്ര, നമ്മൾ ഇത്ര എണ്ണം മേടിച്ചു, അപ്പോൾ ഇത്ര എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു തുകയായി. അപ്പോൾ പുള്ളി കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഓ നമ്മൾ ഇത്ര രൂപയ്ക്ക് കഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ഓഹോ ഹാ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വന്നതിന് ശേഷം പതുക്കെ ഓരോരുത്തരുടെ ആയിട്ട് മുഖങ്ങൾ പരിങ്ങലിലാകാൻ തുടങ്ങി. കാരണം എല്ലാവരും പരസ്പരം ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഇനി എത്ര രൂപയുണ്ട് ഇങ്ങനെ ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോട്ടലിൽ കൊടുക്കാനുള്ള പൈസ തികയില്ല. ഇനി അഥവാ ഹോട്ടലിൽ പൈസ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ച് ബസ്സേ കയറി പോകാനുള്ള ബസ് കൂലിക്കുള്ള പൈസ തികയില്ല. ഈ കൈ കഴുകി കഴിഞ്ഞാൽ നേരെ പോയിട്ട് പൈസ കൊടുത്ത് ഇറങ്ങി പോവുകയും വേണം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാതെ ഇവർ ഇതിനകത്ത് തന്നെ ഇരുന്ന് 5-6 മിനിറ്റ് ആയിട്ട് നിർത്താതെ കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ പലതും ആലോചിച്ചു. പിന്നെ കൊണ്ടുവന്ന് തരാമെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ നാട്ടുകാരല്ല. നമുക്ക് വേണ്ടി ഒരാളുടെ ജാമ്യം നിൽക്കാൻ നമുക്ക് പറയാൻ ഇവിടെ നമ്മൾ ആ കാര്യം പരിചയമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ, വേറൊരു വഴി അറിയാനും പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഇവരിങ്ങനെ നിന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ട്. ആദ്യം തന്നെ പുള്ളി ഒരു വെയിറ്ററെ പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, ഈ ഹൈ റേഞ്ച് ഇറങ്ങാനുള്ള വണ്ടി വല്ലതും ഉടനെ വരാനുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി സമയമില്ല നോക്കിയിട്ട് പറഞ്ഞു, ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു ബസ് ഇപ്പോൾ വരും എന്ന് പറയുന്നു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ടീമിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പതുക്കെ ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഒന്നും പറയാതെ പതുക്കെ ഈ കടയുടെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിക്കൂ, എൻ്റെ കൂടെ ഒരാൾ നിന്നാൽ മതി, ഞങ്ങൾ പതുക്കെ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി വരാം. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചു, നീ എങ്ങനെ പൈസ കൊടുക്കും, പൈസ കൊടുക്കാനും മാത്രം പൈസ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാനത് സെറ്റ് ചെയ്യാം, ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ വിശ്വസിച്ചപ്പോൾ ഒരു 5 പേര് അങ്ങ് ഇറങ്ങിപ്പോയി. പുള്ളിയും പുള്ളിയുടെ ഒരു സുഹൃത്തും മാത്രം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി കണ്ടുപിടിച്ച മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ബില്ല് എഴുതി കൊടുക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ ഈ കൗണ്ടറിൻ്റെ വാതിക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഈ കൗണ്ടറിലിരിക്കുന്ന ആളകത്തേക്ക് വിളിച്ച് ചോദിക്കും, ഇവിടെ എത്ര എന്നിങ്ങനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ആ ടേബിളിൽ ഫുഡ് കൊടുത്ത വെയിറ്റർ അവിടെ വന്ന് വെച്ചാൽ അവിടെ 2 പൊറോട്ട മറ്റേ ഇത് അവിടെ ഒരു 30 എന്നിങ്ങനെ പറയും. കൗണ്ടറിലിരിക്കുന്ന ആൾ പൈസ മേടിക്കും, പോകും. അതായത് കാൽക്കുലേറ്റർ ഇല്ല, ബില്ലില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല.
അപ്പോൾ ഈ അകത്ത് നിന്ന് ഈ ഒരു വ്യക്തി എന്താണ് നോക്കിയെന്ന് വെച്ചാൽ ഇവരുടെ തൊട്ടടുത്ത് ഒരു 5 കൂട്ടുകാർ വന്നിരുന്ന് അവരൊരു 5 ചായ മാത്രമാണ് കുടിച്ചത്. അപ്പോൾ 5 ചായ കുടിച്ചിട്ട് അവരിപ്പോൾ കൈ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട്. അവരിപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും കൗണ്ടറിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും കൗണ്ടറിൽ നിന്ന് വിളിച്ച് ചോദിക്കും ഇവിടെ എന്താ നീ ചോദിക്കും. അപ്പോൾ ഈ വെയിറ്റർ ഇങ്ങനെ പറയും അവിടെ 5 ചായ 15 എന്നിങ്ങനെ വിളിച്ച് പറയും. അതാണ് പുള്ളിയുടെ തുറുപ്പ് ചീട്ട്. അപ്പോൾ ഇവരിങ്ങനെ കൈ കഴുകി ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ കൂടെ ഇവർ രണ്ടുപേരും കൂടെ മുമ്പിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അവരേക്കാൾ മുമ്പേ നേരെ കൗണ്ടറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വെയിറ്റർ വിളിച്ച് പറഞ്ഞു അവിടെ 15 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പൊറോട്ടയും ചിക്കനും മട്ടനും ഒക്കെ തിന്നാണെങ്കിലും മറ്റേ ടേബിളുകാരുടെ 15 എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ആ 15 എടുത്ത് വെച്ച് കൗണ്ടറിൽ വെച്ച് കൊടുത്തിട്ട് കടയിൽ നിന്ന് പതുക്കെ ഇറങ്ങി. കടയിൽ നിന്ന് ഇറങ്ങി ഇവർക്ക് ആകെ ഒരു 5 സെക്കൻഡേ കിട്ടുന്നുള്ളൂ. കാരണം 5 സെക്കൻഡിനുള്ളിൽ തന്നെ മറ്റേ ആളുകൾ വന്ന് കൗണ്ടറിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കൗണ്ടറിൽ നിന്ന് വീണ്ടും വിളിച്ച് പറയുന്നു ഇവിടെ എത്ര എന്ന് ചോദിക്കുന്നു. അപ്പോൾ വെയിറ്റർ പറയുന്നു അത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ അവരുടെ 15 എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കൗണ്ടറിൽ നിന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരുത്തൻ എനിക്ക് 15 തന്നിട്ട് പോയല്ലോ എന്ന് പറയുന്നു. വെയിറ്റർക്ക് കാര്യം മനസ്സിലാകുന്നു. വെയിറ്റർ പറഞ്ഞു അവന്മാർ പറ്റിച്ചിട്ട് പോയത് ഓടിച്ചിട്ട് പിടിക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ ഈ കടയിലിരുന്നവരും കടയിലെ കൗണ്ടറിലിരുന്ന ആളും എല്ലാം കൂടെ പുറത്തേക്ക് വരുന്നു. ബസ് വന്നു. അപ്പോഴത്തേക്കും ഈ ബസ്സിനകത്തേക്ക് ആദ്യം പോയ 5 പേര് ഓടിക്കേറി. ഈ പുറകിൽ നിന്ന് പൈസ കൊടുത്തിട്ട് പോയ 2 പേര് ഓടിച്ചെന്ന് ബസ്സിലേക്ക് കയറുന്ന ഈ കടയിലുള്ള ഒരു നാട്ടുകാരെല്ലാം കൂടി ഓടിച്ചിട്ട് ഇവരെ ഇങ്ങ് പിടിച്ചു. ഇവരെ പിടിച്ച് നേരെ കടയ്ക്കകത്തേക്ക് കൊണ്ടുപോയി. ആ ബസ് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ 5 കൂട്ടുകാർ ആ ബസ്സിൽ അങ്ങ് പോവുകയാണ്. ഇവരെ 2 പേരെയും ബാക്കിയുള്ളവർ പറ്റിച്ചിട്ട് പോകുന്നോടാന്ന് ചോദിച്ച് കടയ്ക്കകത്തോട്ട് ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ്. കടയ്ക്കകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു കാശെടുക്കാതെ പറ്റിച്ചിട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഉടനെ ഇവർ പറഞ്ഞു കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ കാശില്ല നിൻ്റെ കയ്യിൽ നിന്നൊക്കെ കാശ് ഉണ്ടാക്കിപ്പിക്കാൻ എനിക്കറിയാം, പോയി പാത്രം കഴുകുക മറ്റേ കഴുകുക എന്നൊക്കെ പറഞ്ഞ് ഇവരെ അകത്തേക്ക് കയറ്റി വിട്ടു. ഈ അകത്തേക്ക് പോകാൻ നേരം ഇവരിങ്ങനെ ഒരു ചിരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. ഉടനെ ഈ കടക്കാരൻ ഇവരെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു എന്താടാ നീയൊക്കെ ചിരിക്കുന്നത്, നീയൊക്കെ എന്നെ പുച്ഛിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നുമല്ല ചിരിച്ചതാ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർ നേരെ അകത്തേക്ക് കയറി ഇവരകത്ത് നിന്ന് പാത്രം കഴുകുന്നു, ഹോട്ടലിൽ തൂക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിൽക്കുന്ന വെയിറ്ററും അതുപോലെ തന്നെ കൗണ്ടറിലെ ആളുകളും ഒക്കെ പരസ്പരം പറയുകയാണ് ഇവന്മാരൊക്കെ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്, നമ്മളങ്ങനെ വിടുവോ അതാ ഇതാണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ബസ്സിൽ കയറി പോയ 5 പേരും പതുക്കെ നടന്നിങ്ങോട്ട് കയറി വരുന്നു ഈ കടയിലേക്ക് തന്നെ. അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഓ നീയൊക്കെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ, മര്യാദയ്ക്ക് കാശ് വെച്ചിട്ട് നീയൊക്കെ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് അകത്തേക്ക് പോയ 2 അവന്മാർ ഇറങ്ങി വരുന്നു. അവന്മാർ വീണ്ടും ചിരിക്കുന്നു. അപ്പോൾ ഈ കടക്കാരൻ അല്പം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇവരെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അണ്ണ നേരത്തെ ചോദിച്ചില്ലേ ഞങ്ങൾ എന്തിനാ ചിരിച്ചതെന്ന് ചോദിച്ചില്ലേ, ഈ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ടാണ് ഞങ്ങൾ ചിരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ചോദിച്ചാൽ അതെന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവന്മാരെ ബുദ്ധിപൂർവ്വം ഞങ്ങൾ ഇറക്കി വിട്ട് ബസ്സിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. ഇവന്മാർ ബസ്സിൽ കയറി പോകണമെങ്കിലും ബസ്സിൽ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് എൻ്റെ പോക്കറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങളെ 2 പേരെ ഈ ഹോട്ടലിൽ നിന്ന് വിടാനും പോകുന്നില്ല, ബസ്സിൽ കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് അവന്മാർക്ക് ബസ്സിൽ പോകാനും പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇവർ ഈ ബസ്സിൽ കയറി കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ കണ്ടക്ടർ വന്നിട്ട് ടിക്കറ്റിന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ ആരുടെയും കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ വണ്ടി നിർത്തുന്നു, ഇവരെ ഇറക്കി വിടുന്നു. ഇവരാ കയറ്റം മുഴുവൻ നടന്ന് കയറി ഇവിടെ വരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി വിട്ടവന്മാർ ഇപ്പം അരിയും മണ്ണെണ്ണയും നീ ഇപ്പോൾ കയറി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ നേരത്തെ ചിരിച്ചു പോയതെന്ന് പറഞ്ഞു. അതുവരെ ഭയങ്കര ദേഷ്യമായിട്ട് നിന്ന കടക്കാരൻ ഇത് കേട്ടിട്ട് പുള്ളിക്ക് ചിരിക്കണോ ചിരിക്കാതിരിക്കണോ എന്നറിയാൻ മേലെ പുള്ളി ഇങ്ങ് ചിരിച്ചു പോയി. പുള്ളി എന്നിട്ട് ഇവന്മാരോട് പറഞ്ഞു നീയൊക്കെ എന്തിനാടാ ഈ പണി കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ കാര്യമായിട്ട് തന്നെ സത്യം പറഞ്ഞു ചേട്ടാ ഞങ്ങൾ അറിഞ്ഞില്ല, ഇത്രയും പൈസയാകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ കഴിച്ചു പോയി, പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ അപ്പം തോന്നിയ ബുദ്ധിയിൽ കയറി കാണിച്ചതാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഉടനെ പിന്നെയും ചിരി വരികയാണ്. അതായത് പുള്ളിയെ പറ്റിച്ചിട്ട് പോകാൻ നോക്കിയ ആൾക്കാരാണ്, പുള്ളി ഇത്രയും നേരം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവരൊരു അരമണിക്കൂർ മുമ്പ് പറ്റിക്കാൻ നോക്കിയ ആളാണ് ഈ കടക്കാരൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ചിരിച്ചുള്ള വർത്താനം കഴിഞ്ഞ് പിന്നെ ഇവർ തമ്മിലുള്ള ശത്രുതയെല്ലാം തീർന്നു. അവസാനം കടക്കാരൻ ഇവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് പൊക്കോ, സാരമില്ല, ഇനി മേലെ ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു. ഉടനെ ഇവർ പറഞ്ഞു അയ്യോ അങ്ങനെ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥ കൊണ്ട് കാണിച്ചു പോയതാ, ചേട്ടൻ നഷ്ടം വരുന്ന പരിപാടി കാണിച്ചിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറ്റിക്കാൻ നോക്കിയ കടയിൽ പറ്റിക്കാൻ വന്നവർ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുകയാണ്. അതായത് അവിടെ സാധനം കഴിക്കാൻ ആൾക്കാർ വരുമ്പോൾ ഈ കൂട്ടത്തിൽ 2-3 പേര് വെയിറ്ററായിട്ട് നിന്ന് ഇവിടെ പൊറോട്ട കൊടുത്തേ ഇവിടെ കറി കൊടുത്തേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. 2 പേര് അകത്ത് പോയി പാത്രം കഴുകുന്നു, 2 പേര് അകത്ത് പോയി പച്ചക്കറി അരിയുന്നു, 2 പേര് തൂക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അരമണിക്കൂർ മുമ്പ് പരസ്പരം ശത്രുക്കളായിരുന്ന കുറേ പേര് ഒന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ക്ലോസ് ഫ്രണ്ട്സായി. ഈ ആണുങ്ങളുടെ ഇടയിലുള്ള സൗഹൃദം വളരെ പെട്ടെന്നുണ്ടാകുന്നതെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇതുപോലൊന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു ഗ്രൂപ്പിൽ വെറുതെ കയറി ഇരിക്കുമ്പോൾ ഒരു ചെറുതൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിരകാല പരിചയമുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങും. അതുമല്ലേ ഒരു യാത്ര ട്രെയിനിലോ ബസ്സിലോ ഒക്കെ പോകുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് വെറുതെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ആ ട്രെയിനിൽ നിന്നോ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർ വലിയ പരിചയക്കാരായി മാറിയിട്ടുണ്ടായിരിക്കും. അതുപോലെ വളരെ സിമ്പിൾ രീതിയിൽ ഉണ്ടാകുന്നതാണ് ഈ പുരുഷന്മാരുടെ ഇടയിലെ സൗഹൃദം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് ഈ കടയിൽ പിന്നീട് അങ്ങോട്ട് ഭയങ്കര ആഘോഷ രീതിയിൽ ഇവരെല്ലാവരും കൂടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു 2-3 മണിക്കൂർ മുമ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കടക്കാരൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു നീയൊക്കെ ഒരു കാര്യം ചെയ്യും, ഉള്ള പൈസ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളിപ്പോൾ പോ, സാരമില്ല, നിങ്ങളിപ്പോൾ എത്ര നേരം എൻ്റെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്തല്ലോ, എനിക്കത് മതിയാവുന്നും കുഴപ്പമില്ല, മേലെ ഇതുപോലത്തെ പരിപാടിയൊന്നും കാണിച്ചേക്കരുത്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ ഒരു കോട്ടയത്തിനൊരു ബസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരത്തിനൊക്കെ വണ്ടി കിട്ടും, നിങ്ങൾക്ക് അതിനകത്ത് കയറി പോവാം. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് വണ്ടിയൊക്കെ കിട്ടി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ ഉച്ച സമയത്ത് ഓടി രക്ഷപ്പെടാനും ഓടിച്ചിട്ട് പിടിക്കാനും ശ്രമിച്ച 2 ഗ്രൂപ്പിലെ ആളുകൾ ഷെയ്ക്കാനും കൊടുത്ത് കെട്ടിപ്പിടിക്കുകയും ചെയ്ത് അവിടെ നിന്ന് സന്തോഷമായിട്ട് പിരിഞ്ഞു. ഈ ആൾക്കാർ പിന്നീട് ആ കടയുടെ ഭാഗത്തേക്ക് പോയോ, പിന്നീട് അവർ കുട്ടിക്കാനത്ത് പോയോ, ആ കടയിലെ ചേട്ടനും ഒക്കെ ആയിട്ട് അവർക്ക് ഇപ്പോഴും സൗഹൃദം ഉണ്ടോ, ഇതൊന്നും എനിക്ക് അറിയാൻ മേല. എന്നിരുന്നാലും ഞാൻ മുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് ഒട്ടും അതിശോക്തി ഇല്ലാത്ത കഥയാണ്. കാരണം ഇത് സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കഥ തന്നെയാണ്. നിങ്ങൾക്കും ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ കുരുട്ടുബുദ്ധിയിലേക്കും ഭയങ്കര സേതുരാമയ്യർ ചിന്തയിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് നേരെ പോയി കാര്യം ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഓക്കെ, എനിവേസ് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതെൻ്റെ അമ്മയുടെ അടുത്ത് പുള്ളിക്കാരുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് പറഞ്ഞ കഥ ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞു. അടുത്ത വീഡിയോയ്ക്കായിട്ട് ഞാൻ വരുന്ന സമയമാകുമ്പോൾ ഈ മദേഴ്സ് ഡേയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ലൈഫിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഇസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ, സൈനിങ് ഓഫ്.